ജെൻസി കാലഘട്ടത്തിൽ ജെൻസി ആയി മാറുന്ന ക്ലാസ് റൂമുകൾ, ഫുള്ളി എയർ കണ്ടീഷണഡ് സ്മാർട്ട് ക്ലാസുകൾ, ഒപ്പം തന്നെ സോളാർ സംവിധാനങ്ങൾ, വിശേഷണങ്ങൾ ഏറെയാണ്. ഈ നേട്ടം തന്നെ കൈവരിക്കുന്ന രാജ്യത്തെ തന്നെ ആദ്യത്തെ LP സ്കൂളുകളിൽ ഒന്നാവുകയാണ് മുട്ടിപ്പടി LP സ്കൂൾ. ആ നേട്ടത്തിന് പിന്നിലെ കഥ അറിയാം നമുക്ക്. അടിപൊളിയാണ്, നല്ല രസമുണ്ട്. ഇപ്പോൾ തന്നെ വരാൻ പൂതിയാവുന്നുണ്ട്. ഹൈടെക് എന്നൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞ് ശീലിച്ചുകൊണ്ടേ പക്ഷേ ഇത് അതുക്കും മേലെ പോയില്ല. ഏറ്റവും മോസ്റ്റ് മോഡേൺ ഫെസിലിറ്റി, ഒരു പ്രീമിയം കാറ്റഗറി ഗവൺമെൻറ് LP സ്കൂൾ എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഡ്രീം. അത് എല്ലാ അർത്ഥത്തിൽ തന്നെ പൂർത്തിയാക്കാനായി. എല്ലാ ക്ലാസ്സിലും 4 ടൺ AC വീതമാണ്. അങ്ങനെ മൊത്തം 21 AC സ്കൂളിൽ മാത്രം വെച്ചിട്ടുണ്ട്. ഒരു ക്ലാസ്സിൽ 2 AC, അഥവാ 2 ടണ്ണിൻ്റെ 2 AC, അങ്ങനെ 4 AC. എല്ലാ ക്ലാസ്സുകളിലും സ്ക്രീൻ. ഇനി മുതൽ ലാപ്ടോപ്പിൽ ടീച്ചേഴ്സിൻ്റെ യോഗം വിളിച്ചിരുന്നു. ലാപ്ടോപ്പിൽ കുട്ടികൾക്ക് സ്ക്രീനിൽ ക്ലാസ് എടുത്ത് കൊടുക്കുന്ന രീതിയിൽ ക്ലാസ്സിലേക്ക് വരുന്നതിന് മുമ്പ് ഓരോ ക്ലാസ്സിനും ഓരോ ഷൂ റാക്ക് ഏരിയ. ആ കുട്ടികൾ, ആ ക്ലാസ്സിലുള്ള കുട്ടികൾ അവിടെ ഷൂ അല്ലെങ്കിൽ ചപ്പൽ അവിടെ കീപ്പ് ചെയ്യുന്നു. അതുപോലെ നമ്മുടെ സ്കൂളിലുള്ള ലാബ്, HMൻ്റെ റൂം, സ്റ്റാഫ് റൂമൊക്കെയും ഒരു കോർപ്പറേറ്റ് ഓഫീസിൻ്റെ ഒക്കെ സെറ്റപ്പിലേക്ക് കൊണ്ടുവന്നത് സാധാരണക്കാരൻ്റെ കുട്ടികൾക്കും ഇത്തരം ഒരു ചുറ്റുപാടിനെ പരിചയപ്പെടുത്തി കൊടുക്കുക, ആ ഒരു എൻവയോൺമെൻറ്റിലേക്ക് മാറ്റുക. പിന്നെ ഗവൺമെൻറ് സ്കൂളാണ്, PSC വഴിയാണ് ആളുകൾ വരുന്നത്, അധ്യാപകർ. അതുകൊണ്ട് ക്വാളിറ്റി വൈസ് അത് നമുക്ക് എന്തായാലും അവിടെ ഉണ്ട്. ഇൻഫ്രാസ്ട്രക്ചർ കൂടി ഈ രീതിയിലാകുമ്പോൾ നമ്മളൊക്കെയും പ്രതീക്ഷിക്കുന്ന ഒരു സ്വപ്നതുല്യമായിട്ടുള്ളൊരവസ്ഥയിലേക്ക് നമ്മൾ ഈ സ്കൂൾ ഞായറാഴ്ച ഉദ്ഘാടനം ചെയ്യുന്നതോടെ മാറും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. കുട്ടികളുടെ ശരിക്കും പറഞ്ഞാൽ രണ്ടാമത്തെ വീടാണ് വിദ്യാലയം എന്ന് പറയും. അപ്പോൾ അവരെ കുറച്ചുകൂടെ ആകർഷിക്കുക എന്ന് പറയാം, അവർക്കൊരു നല്ല ഫീൽ കൂടെ കിട്ടുകയാണല്ലോ. 10 to 5 അല്ലെങ്കിൽ 10 to 4 കുട്ടികളിരിക്കുന്ന സ്ഥലം ഈ സ്കൂളാണ്. വീട്ടിലിരിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മുടെ കുട്ടികളിരിക്കുന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാണ്. വീട്ടിലേതായാലും എയർ കണ്ടീഷൻ സൗകര്യമൊന്നും എല്ലാ സാധാരണ വീട്ടിലൊരിക്കലും ഉണ്ടാവില്ല. അപ്പോൾ ഈ കുട്ടികളിരിക്കുന്ന ഏറ്റവും കൂടുതൽ സമയം കുട്ടികൾ സ്പെൻഡ് ചെയ്യുന്ന ഈ സ്ഥലത്ത് ഇത് ഒരുക്കി കൊടുക്കുക വഴി അതുണ്ടാക്കിയെടുക്കുന്ന ഒരു, ഞങ്ങളിവിടെ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾക്കറിയാം, അംഗനവാടികളെല്ലാം 64 അംഗനവാടിയും AC ആക്കിയിരുന്നു മലപ്പുറം മുനിസിപ്പാലിറ്റി. ഇതിൻ്റെ നെക്സ്റ്റ് ഫേസാണ് LP സ്കൂളുകളിലേക്കും നമ്മൾ ഈ രീതിയിലുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് ഇവിടെ തുടക്കം കുറിച്ചത്. കുട്ടികളും വിദ്യാലയവും തമ്മിലുള്ള സൗഹൃദം മികച്ചതാക്കുക എന്ന മാതൃക തന്നെയാണ് മുട്ടിപ്പടി LP സ്കൂൾ കാണിച്ചിരുന്നത്. അനീഷ് തോട്ടയ്ക്കാരനൊപ്പം അരുൺ അമൃതനാഥ്, മാതൃഭൂമി ന്യൂസ്, മലപ്പുറം. മലപ്പുറം നഗരസഭയുടെ ഈ പദ്ധതിക്ക് എന്തായാലും വലിയ ഒരു കയ്യടി. അരുൺ അമൃതനാഥ് ചേരുന്നുണ്ട് തത്സമയം. അരുൺ, സത്യം പറഞ്ഞാൽ കണ്ടിട്ട് കൊതിയും അസൂയയും ഒരുപോലെ തോന്നുന്നുണ്ട്. ഈ കാലത്ത് പഠിക്കാൻ പറ്റിയില്ലോ എന്നോർത്ത്. ജെൻസി പിള്ളേരെന്നൊക്കെ പറഞ്ഞാൽ അങ്ങ് കളിയാക്കാറുണ്ടെങ്കിലും സത്യം പറഞ്ഞാൽ അവർക്ക് നല്ല ഭാഗ്യമുള്ള കുട്ടികളാണ്. എല്ലാവിധ ഉന്നത നിലവാര സൗകര്യങ്ങളോടും കൂടിയിട്ടാണ് അവർക്ക് പഠിക്കാൻ കഴിയുന്നത്. മികച്ച വിദ്യാലയങ്ങളുണ്ട്, മികച്ച ക്ലാസ് മുറികളുണ്ട്, നല്ല അധ്യാപകരുണ്ട്, എന്തിനും ഏതിനും ചേർത്ത് നിർത്തുന്ന വിദ്യാഭ്യാസ മന്ത്രിയുണ്ട്. ഇനി പഠിച്ചാൽ മാത്രം മതി. നമ്മുടെ സ്കൂളുകളിലൊക്കെയുള്ള മാറ്റം കണ്ട് നമ്മൾ തന്നെ ഇങ്ങനെ അതിശയിച്ചു പോകാറുണ്ട്. ഈ കാലത്തൊക്കെ പഠിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ തമാശക്കെങ്കിലും നമ്മൾ പറയാറുണ്ട്. അങ്ങനെ വെച്ചടി മത്സരിച്ചുള്ള ഒരു മാറ്റങ്ങളാണ് കാണുന്നത്. ഇത് മലപ്പുറം നഗരസഭയെ സംബന്ധിച്ചും ഈ മുട്ടിപ്പടി സ്കൂളിനെ സംബന്ധിച്ചും വലിയൊരു നേട്ടമാണ്. രാജ്യത്ത് തന്നെ ആദ്യമായിരിക്കും ഇങ്ങനെ ഒരു LP സ്കൂൾ പൂർണ്ണമായും ഇത്തരത്തിൽ മോഡിഫൈഡ് ആവുന്നത്. അതായത് സമ്പൂർണ്ണ എയർ കണ്ടീഷൻ മുറികൾ, സ്മാർട്ട് ക്ലാസുകൾ, എല്ലാ മേഖലയിലും തന്നെ കുടിവെള്ള സംവിധാനത്തിൽ ഉൾപ്പെടെ എല്ലാം അത്യാധുനിക സംവിധാനങ്ങളാണ്. സോളാർ സംവിധാനം ഉപയോഗിച്ച് കൃത്യമായി വിനിയോഗിച്ചുകൊണ്ട് തന്നെ ഒരു വിദ്യാലയം ഒരുക്കിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതിന് നഗരസഭയ്ക്കും ക്രെഡിറ്റ് ഉണ്ട്. എന്തായാലും വിദ്യാർത്ഥികളെ സംബന്ധിച്ചാണെങ്കിൽ വലിയൊരു പോസിറ്റിവിറ്റി ആണല്ലോ. ഇതൊക്കെ ഞങ്ങളെ സ്കൂൾ ഇങ്ങനെയൊക്കെ ആണ്, ഞങ്ങളെ വിദ്യാലയം ഇങ്ങനെയൊക്കെ ആണെന്ന് അവർക്കും പറയാം. ഒപ്പം തന്നെ അവരുടെ ആ ഒരു നല്ല അറ്റ്മോസ്ഫിയറിനും നല്ലൊരു പോസിറ്റിവിറ്റി, രാവിലെ തന്നെ വിദ്യാലയത്തിലെത്തി പുതിയ അത്യാധുനികത എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ കുട്ടികൾ വരട്ടെ, അവർക്ക് പഠിക്കാനുള്ള നല്ല പാഠങ്ങൾ ഉൾക്കൊള്ളാൻ സാധിക്കട്ടെ. ഒപ്പം തന്നെ പ്രകൃതിയുമായുള്ള ബന്ധവും ഒന്ന് മുറ്റത്തേക്ക് ഇറങ്ങി നല്ല വായു ശ്വസിച്ചുകൊണ്ട് തന്നെ ഈ ശീതീകരിച്ച മുറിയിലേക്ക് പോകുമ്പോൾ എല്ലാം കൂടി അവർ അറിഞ്ഞു വളരട്ടെ എന്നുള്ള സന്ദേശം തന്നെയാണ്. അത് തന്നെയാണ് എന്തായാലും മുട്ടിപ്പടി സ്കൂളിനെ സംബന്ധിച്ച് അവിടുത്തെ മാതൃകയാക്കാൻ തന്നെ നഗരസഭയുടെ ഇത്തരം ഒരു പദ്ധതി കൊണ്ട് തന്നെ നടപ്പാവുന്നത്. എന്തായാലും വലിയ ഒരു സന്തോഷമുള്ള ഒരു കാഴ്ച. മുന്നേറാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും കുഞ്ഞുങ്ങൾക്കായി ഒരുക്കുന്നുണ്ട്. AC റൂമിലിരുന്ന് പഠിക്കാം, അതോടൊപ്പം തന്നെ അവിടെ മാത്രം ഒതുങ്ങി കൂടരുത് എന്നുകൂടി അരുൺ അതിനോടൊപ്പം പറഞ്ഞു വെക്കുന്നുണ്ട്. ശരിയാണ്, പ്രകൃതിയിലേക്ക് ഇറങ്ങണം, പ്രകൃതിയെ കൂടി അറിഞ്ഞു പഠിക്കാൻ ശ്രമിക്കണം.